ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. A+ ലേണിങ്ങിൻ്റെ പുതിയൊരു PSC ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ SCRT 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ മാനവികത എന്ന ചാപ്റ്ററിൻ്റെ 1ഉം 2ഉം പാർട്ടുകൾ കഴിഞ്ഞു. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതല്ല? പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു അത് ഏതെല്ലാമെന്നാണ്. പഠന സൗകര്യാർത്ഥം നമ്മുടെ ചരിത്രത്തെ, വേൾഡ് ഹിസ്റ്ററിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പ്രാചീന കാലം, രണ്ടാമത്തത് മധ്യകാലം, മൂന്നാമത്തത് ആധുനിക കാലം. അപ്പോൾ പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ 3ആയിട്ട് തിരിക്കാം. പ്രാചീന കാലമെന്നും മധ്യകാലമെന്നും ആധുനിക കാലമെന്നും. ഇങ്ങനെ 3ആയിട്ട് തിരിച്ച 2 ഹിസ്റ്റോറിയന്മാരുണ്ട്. ഇങ്ങനെ 3ആയിട്ട് ലോക ചരിത്രത്തെ തിരിച്ച 2 ഇറ്റാലിയൻ ചരിത്രകാരന്മാരാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഫ്ലാവിയോ ബിയോണ്ടോ, രണ്ടാമത്തെ ആളുടെ പേര് ലിയാനാർഡോ ബ്രൂണി. ഒന്നുകൂടെ, പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ 3ആയി കാറ്റഗറൈസ് ചെയ്ത ഇറ്റാലിയൻ ചരിത്രകാരന്മാർ ആരെല്ലാം? ഒന്നാമത്തെ ആളുടെ പേര് ഫ്ലാവിയോ ബിയോണ്ടോ, രണ്ടാമത്തെ ആളുടെ പേര് ലിയാനാർഡോ ബ്രൂണി. ഇവർ 2 പേരും ഇറ്റലിക്കാരാണ്. ഇവരാണ് ലോക ചരിത്രത്തെ 3ആയിട്ട് തിരിച്ചത്. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. ഈ പ്രാചീനകാലം എന്ന് പറഞ്ഞാൽ ഏതുവരെയാണെന്ന് ചോദിച്ചാൽ, അതായത് പ്രാചീനകാലം മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയാണ്. CE എന്ന് പറയുന്നത് എന്താണ്? CE എന്ന് പറഞ്ഞാൽ CE കോമൺ ഇറ എന്നാണ്. മുമ്പ് നമ്മൾ ഇതിനെ AD എന്ന് പറയും. ഇപ്പോൾ AD എന്ന് പറയാറില്ല, കോമൺ ഇറ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാചീനകാലം അത് ചരിത്രം ആരംഭിച്ച് CE 5ാം നൂറ്റാണ്ട് വരെ നമുക്ക് പ്രാചീനകാലം എന്ന് പറയാം. 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡിൽ ഏജ് എന്ന് പറയാം. 15ാം നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ നമുക്ക് ആധുനിക കാലഘട്ടം എന്ന് പറയാം. ക്ലിയർ ആണ്? ഒന്നുകൂടെ, പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത ചരിത്രകാരന്മാർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ, ഫ്ലാവിയോ ബിയോണ്ടോ ഒന്നാമത്തെ ആളിൻ്റെ പേര്, രണ്ടാമത്തെ ആളിൻ്റെ പേര് ലിയാനാർഡോ ബ്രൂണി, അല്ലേ? ഇവര് 3ആയിട്ട് തിരിച്ച ആ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് CE 5ാം നൂറ്റാണ്ട് വരെയാണ്. ഇനി മധ്യകാലഘട്ടം എന്ന് പറയുന്നത് CE 15ാം നൂറ്റാണ്ട് വരെയാണ്. ഇനിയോ ആധുനിക കാലഘട്ടം 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? ആധുനിക കാലഘട്ടം എന്ന് പറയാം. ഇങ്ങനെ 3ആയി തിരിച്ചത് ഫ്ലാവിയോ ബിയോണ്ടോയും ലിയാനാർഡോ ബ്രൂണിയുമാണ്. 2 പേരും ഇറ്റലിക്കാരായ ചരിത്രകാരന്മാരാണ്, ഹിസ്റ്റോറിയന്മാരാണ്. ക്ലിയർ ആണ്? അടുത്ത് നോക്കിയുള്ളൂ. മധ്യകാല ചരിത്ര രചനയുടെ സവിശേഷത എന്ത്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മധ്യകാലഘട്ടത്തിന് ശേഷമുള്ള കാലമാണ്, അല്ലേ? അതിനാണല്ലോ നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നവോത്ഥാന കാലഘട്ടത്തിന് നവോത്ഥാനത്തിന് മുൻപ് ചരിത്ര രചനയുടെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എന്താണ്? ഒന്നാമത്തത്, ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അറിയാമല്ലോ മധ്യകാലഘട്ടത്തിൻ്റെ ആ അവസ്ഥ, അല്ലേ? ചിന്താശേഷി ഇല്ലാത്ത ഒരു സമൂഹം, വായനാശേഷി ഇല്ലാത്ത സമൂഹം, സാധാരണക്കാരെ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ചരിത്ര രചനയുടെ ഒന്നാമത്തെ സവിശേഷത, അവര് ജനങ്ങളെ പറഞ്ഞ് വെച്ചിരുന്നത്, പഠിപ്പിച്ചിരുന്നത് ചരിത്ര സംഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ, ദൈവം പറയുന്നതെല്ലാം നമ്മൾ ചരിത്രമായി രേഖപ്പെടുത്തുന്നു. ദൈവം പറയുകയോ ഇല്ല. അപ്പോൾ തോന്നും പോലെയൊക്കെ അന്ന് ചരിത്രം എഴുതിയെന്നർത്ഥം. രണ്ടാമത്തതാണെങ്കിലോ, ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് അതീന്ദ്രിയ ശക്തിയാണ്. രണ്ടാമത്തത്, ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയമായ ശക്തിയാണ്. ഇതായിരുന്നു മധ്യകാലഘട്ടത്തിലെ ചരിത്ര രചനയുടെ 2 സവിശേഷതകൾ. ഇതിൽ നിന്നൊരു ചേഞ്ച് ഇതാ വരാൻ പോകുകയാണ്, നമ്മളിപ്പോൾ അത് പഠിക്കും. അപ്പോൾ നമ്മുടെ ഈ മധ്യകാലഘട്ടത്തിൽ ചരിത്ര രചനയ്ക്ക് ചരിത്രകാരന്മാർ ആധാരമായി ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ഒന്ന്, ചരിത്രം എന്ന് പറയുന്നത്, ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
ഇനിയോ ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ആരാണ്? അതീന്ദ്രിയ ശക്തിയാണ്. ഇത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്? മധ്യകാലഘട്ടത്തിലുള്ള ചരിത്ര രചനയുടെ സവിശേഷതയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പഠന സൗകര്യാർത്ഥം ചരിത്രത്തെ മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ്? പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. ഇങ്ങനെ മൂന്നായി തിരിച്ചത് ആരൊക്കെയാണ്? 2 ഇറ്റലിക്കാരായ ചരിത്രകാരന്മാരാണ്. അവരാരൊക്കെയാണ്? ഫ്ലാവിയോ ബിയോണ്ടോ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആളിന്റെ പേര് ലിയാനോഡോ ബ്രൂണി അല്ലേ? അവരെങ്ങനെയൊക്കെയാണ് തിരിച്ചത്? പ്രാചീനകാലം CE 5-ാം നൂറ്റാണ്ട് വരെ, മധ്യകാലഘട്ടമാണെങ്കിലോ 15-ാം നൂറ്റാണ്ട് വരെ. ഇനി 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തെ നമുക്കെന്തെന്ന് പറയാം? ആധുനിക കാലം എന്ന് പറയാം. മധ്യകാല ചരിത്ര രചനയുടെ 2 സവിശേഷത എന്തൊക്കെയാണ്? അതായത് ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. വീണ്ടും പറയുന്നതാണ്, ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് അതീന്ദ്രിയ ശക്തിയാണ്. യെസ്, അവിടെ നോക്കാം. ഇനി നവോത്ഥാന കാലഘട്ടത്തില് ചരിത്ര രചനയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? മധ്യകാലഘട്ടത്തിൽ, അതായത് ചിന്താശേഷി ഇല്ലാത്ത, പഠനത്തിന് ജനങ്ങളെ സ്കൂളിൽ അയക്കാത്ത, അല്ലെങ്കിൽ പഠനത്തിന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ ജനങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരുന്നത് എന്താണ്? ചരിത്ര രചനാ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഇനി എന്താണ്? അതീന്ദ്രിയ ശക്തിയാണ്. പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിൽ ചരിത്ര രചനയുടെ ഊടും പാവും ഒക്കെ മാറുകയാണ്. നോക്കാം. നവോത്ഥാന കാലത്ത് ചരിത്ര രചനയുടെ കേന്ദ്ര ബിന്ദു മനുഷ്യ ജീവിതമാണ്. അതല്ലേ വേണ്ടത്? അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ ചരിത്ര രചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത് ദൈവമല്ല, അവിടെ മനുഷ്യനാണ്. നവോത്ഥാന കാല ചരിത്രകാരന്മാർ ചരിത്ര രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന തെളിവുകൾ എന്തെല്ലാമാണ്? ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ചരിത്ര രചന നടക്കുന്നത്. എന്തൊക്കെ തെളിവുകളാണ് അവർ ആധാരമായി എടുത്തിരുന്നത്? ഒന്നാമത്തത് ലിഖിതങ്ങൾ, പഴയ ലിഖിതങ്ങൾ. 2 നാണയങ്ങൾ. 3 പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ. ഇതൊക്കെയാണ് നവോത്ഥാനകാല ചരിത്രകാരന്മാർ തങ്ങളുടെ ചരിത്ര രചനയ്ക്ക് വേണ്ടി തെളിവുകളായി എടുത്തിരുന്നത്. അപ്പോൾ അവിടെയാണ് മധ്യകാലഘട്ടത്തിലെ ചരിത്ര രചനയും നവോത്ഥാന കാലത്തിലെ ചരിത്ര രചനയും തമ്മിലുള്ള വ്യത്യാസം. മധ്യകാലത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ദൈവസൃഷ്ടിയാണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്താ പറയുന്നത്? അതീന്ദ്രിയ ശക്തിയാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നവോത്ഥാന കാലത്ത് ചരിത്ര രചന ആരംഭിക്കുന്നു. ആധാരമായി എടുക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അവർ ലിഖിതങ്ങളുണ്ട്, നാണയങ്ങളുണ്ട്, കൈയെഴുത്ത് പ്രതികൾ. യഥാർത്ഥ ചരിത്ര രചന നടക്കുന്നത് നവോത്ഥാന കാലത്താണ്. ഓക്കെ, നവോത്ഥാന കാലത്തെ പ്രസിദ്ധനായ മറ്റൊരു ചരിത്രകാരൻ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 പേരുണ്ടല്ലോ, അവരെ കൂടാതെ നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന മറ്റൊരു പ്രസിദ്ധനായ ചരിത്രകാരനാണ് നിക്കോളോ മാക്കിയാവെല്ലി. മാക്കിയാവെല്ലി നമ്മൾ നേരത്തെ സെക്കൻഡ് പാർട്ടിൽ കണ്ടു, ഈ ചാപ്റ്ററിൽ തന്നെ സെക്കൻഡ് പാർട്ടിൽ കണ്ടു അല്ലേ? അദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. മാക്കിയാവെല്ലി രചിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഏതാ? ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകം. എന്താണ്? ദ പ്രിൻസ്. ദ പ്രിൻസ് രചിച്ചത് ആരാണ്? മാക്കിയാവെല്ലിയാണ്. അദ്ദേഹവും ഈ മധ്യകാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ നവോത്ഥാന കാലവും ശാസ്ത്രവും. നവോത്ഥാനവും ശാസ്ത്രവും എന്തൊക്കെ പറയുന്നു നോക്കാം. ഗലീലിയോയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്, ഒരു ഡ്രാമയുണ്ട്. ആ ഡ്രാമയുടെ പേരെന്താണ്? ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം. ആ നാടകം രചിച്ചത് ആരാണ്? ബെർത്തോൾഡ് ബ്രെക്റ്റ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരനാണ് ഈ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം രചിച്ചത്. മറക്കണ്ട, ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം രചിച്ചത് ജർമ്മൻ നാടകകൃത്തായ പേരെന്താണ്? ബെർത്തോൾഡ് ബ്രെക്റ്റ് എന്ന് പറയുന്ന വ്യക്തി. ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ SCERTയിലെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ ലാസ്റ്റ് പാർട്ട്. അപ്പൊ ഇവിടെ ഗലീലിയോയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു നാടകം, ആ നാടകത്തിന്റെ രചയിതാവാരാണ്? ജർമ്മൻകാരനായ ബെർത്തോൾഡ് ബ്രെക്റ്റ്. അടുത്ത് നോക്കാം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്ന സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ടോളമി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അല്ലെ? ഭൗമ കേന്ദ്ര സിദ്ധാന്തം. ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്ന് കുറേ കാലം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരുന്ന വ്യക്തിയാണ് ആര്? ടോളമി. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമി, ടോളമി.
അത് നോക്കൂ, അങ്ങനെയല്ല എന്ന് തെളിയിച്ച മറ്റൊരു വ്യക്തിയാണ് കോപ്പർനിക്കസ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് കോപ്പർനിക്കസ്. അപ്പോ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് കോപ്പർനിക്കസ്. അപ്പോ എന്താണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം കൊണ്ടുവന്നത് ടോളമിയും, ഇനി സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആ സിദ്ധാന്തം കൊണ്ടുവന്നത് കോപ്പർനിക്കസുമാണ്. ക്ലിയർ ആണ്? അപ്പൊ അടുത്ത് നോക്കിക്കൊള്ളൂ. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നു എന്ന് കണ്ടെത്തിയത് കെപ്ലർ എന്ന് പറയുന്ന പണ്ഡിതനാണ്, ശാസ്ത്രജ്ഞനാണ്. എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ സൂര്യനെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഈ ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ആളിന്റെ പേര് കെപ്ലർ. ശ്രദ്ധിക്കുക, 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. 1, ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം എഴുതിയത് ആരാണ്? ജർമ്മൻകാരനായ ബെർത്തോൾഡ് ബ്രെക്റ്റാണ്. 2, ഭൂമിയാണ് ഈ കേന്ദ്രം, ഏതിന്റെ? സൗരയൂഥത്തിന്റെ കേന്ദ്രം അല്ലെ, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാല് ആരാ? നമ്മുടെ ടോളമിയാണ്. അടുത്തെന്താ പറയുന്നത്? അടുത്ത് പറയുന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് തെളിയിച്ചത് ആരാ? അത് നമ്മുടെ കോപ്പർനിക്കസ് ആണ്. ദെൻ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തി ഈ ലോകത്തെ വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ കെപ്ലർ. അപ്പൊ അടുത്ത് നോക്കിക്കൊള്ളൂ. ഗലീലിയോയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്തല്ല? ഗലീലിയോയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ: 1, താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെയും ശനിയുടെ വലയങ്ങളെയും കണ്ടെത്തി. വളരെ പ്രധാനം. അപ്പോ ഗലീലി താൻ കണ്ടെത്തിയ അല്ലെങ്കിൽ താൻ നിർമ്മിച്ച ഒരു ദൂരദർശിനി, ആ ദൂരദർശിനി ടെലസ്കോപ്പിന്റെ സഹായത്തോടു കൂടി വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെയും പിന്നെന്താണ് ശനിയുടെ വലയങ്ങളെയും കണ്ടെത്തി. വലയങ്ങളുള്ള ഗ്രഹം ശനിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ആരാണ്? ഗലീലി. അപ്പോ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തിയത് ഗലീലിയാണ് തന്റെ ദൂരദർശിനിയുടെ സഹായത്തോടെ. ഓക്കെ. രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ഡോക്ടർ, ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പാരാസെൽസസ്. ഈ പാരാസെൽസസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സ്വിറ്റ്സർലൻഡുകാരനാണ്. അപ്പൊ എന്താണ്? രോഗങ്ങളുടെ കാരണങ്ങള് പിന്നെ അന്വേഷിച്ചു, എന്നിട്ടോ അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിച്ചു. ആ ശാസ്ത്രജ്ഞന്റെ പേര് പാരാസെൽസ്. ഈ പാരാസെൽസ് സ്വിറ്റ്സർലൻഡുകാരനാണ്. അപ്പൊ സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസ് എന്താ ചെയ്തേ? രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചു, അതിന്റെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഡോക്ടറുടെ പേര്, ആ ശാസ്ത്രജ്ഞന്റെ പേര് പാരാസെൽസ്. പാരാസെൽസ് സ്വിറ്റ്സർലൻഡുകാരനാണ്. മൃതശരീരങ്ങളെ കീറി മുറിച്ച് അവ പരിശോധിച്ച ഡോക്ടറാണ്, ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ആൻഡ്രിയസ് വെസാലിയസ്. അപ്പൊ ആൻഡ്രിയസ് വെസാലിയസ് എന്ന് പറയുന്ന ഡോക്ടർ, ആൻഡ്രിയസ് വെസാലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മൃതശരീരങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ച് പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഗലീലിയോയുടെ 2 കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാം? അദ്ദേഹം താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്തോടു കൂടി വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു, കണ്ടെത്തി. 2, ശനിയുടെ വലയങ്ങള് കണ്ടെത്തി. ആരാണ്? ഗലീലി. ഇനി നമ്മുടെ പാരാസെൽസ് ചെയ്ത എന്താണ്? സ്വിറ്റ്സർലൻഡുകാരനായ ഒരു ശാസ്ത്രജ്ഞനാണല്ലോ പാരാസെൽസ്. അദ്ദേഹം രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചു അല്ലെ, അത് അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. വീണ്ടും പറയുന്നു ആൻഡ്രിയസ് വെസാലിയസ് ചെയ്ത എന്താണ്? മൃതശരീരങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ച ശാസ്ത്രജ്ഞൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം, നവോത്ഥാന കാലഘട്ടത്തിൽ മൃതശരീരങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? എന്താണ്? ആൻഡ്രിയസ് വെസാലിയസ്. ഓക്കെ.
ഇനി നമുക്ക് പഠിക്കേണ്ടത് മതനവീകരണത്തെ കുറിച്ചാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മതനവീകരണം. ആദ്യം ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് കത്തോലിക്ക സഭയ്ക്കകത്ത് ഈ നവോത്ഥാന കാലഘട്ടത്തില് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തന്നിഷ്ടപ്രകാരമുള്ള ഭരണം, അതായത് പോപ്പായാലും ബിഷപ്പായാലും പുരോഹിതന്മാരായാലും പള്ളി കമ്മിറ്റിക്കാരായാലും അവരുടെ പ്രവൃത്തികൾ ശരിയല്ല. അങ്ങനെ വന്നപ്പോൾ കത്തോലിക്ക സഭയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പുഴുക്കുത്തുകൾ കൂടി. അതിനെതിരെ കത്തോലിക്ക സഭയ്ക്കെതിരെ കത്തോലിക്ക സഭയെ നന്നാക്കുന്നതിന് വേണ്ടി കുറച്ചാളുകൾ രംഗത്ത് വന്നു. അപ്പോൾ ഇതിനെയൊക്കെ വിമർശിച്ചാലല്ലേ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കത്തോലിക്ക സഭയെ ഇങ്ങനെ വിമർശിച്ച അതിന് പറയുന്ന പേരാണ് മതനവീകരണം. കത്തോലിക്ക സഭയെ നന്നാക്കാൻ വേണ്ടി കുറച്ചുപേര് രംഗത്തിറങ്ങി. അത് ഇത്തിരി ചില മോശം സംഭവങ്ങളിലൂടെയാണ് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നേ ഉള്ളൂ. നോക്കാം എന്താണ് മതനവീകരണം എന്ന് ചോദിച്ചാല്, ആദ്യമായിട്ട് ഈ മതനവീകരണം നടന്ന രാജ്യം അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് റിഫർമേഷൻ നടന്ന രാജ്യം എവിടെയെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. മതനവീകരണം അഥവാ റിഫർമേഷൻ ആരംഭിച്ച രാജ്യം ജർമ്മനി. എന്താണ് മതനവീകരണം? കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കുമെതിരായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ നമുക്ക് മതനവീകരണം അഥവാ റിഫർമേഷൻ എന്ന് പറയാം. കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന പ്രവണതകൾ, കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾക്കും എതിരായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് മോശം പ്രവണതകൾ, ഇതെല്ലാം കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധങ്ങളായിട്ട് നമുക്ക് മതനവീകരണത്തെ കണക്കാക്കാം. അപ്പൊ ഈ മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനിയിലാണ്. എവിടെയാണ്? ജർമ്മനി അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്? ഇറ്റലിയിൽ ആരംഭിച്ചു നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. ഇവിടെ മതനവീകരണം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ റിഫർമേഷൻ ആരംഭിക്കുന്നത് ജർമ്മനിയിലാണ്. ക്ലിയർ? അടുത്ത് നോക്കിയോളൂ. മതനവീകരണത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? അല്ലെ, ഇമ്മീഡിയറ്റ് കാസ് എന്താണ്? അതായത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന, അതായത് സെയിൽ ഓഫ് ഇൻഡൽജൻസ്. ഇൻഡൽജൻസ് എന്ന് പറഞ്ഞാൽ പാപവിമോചന പത്രം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കത്തോലിക്ക സഭയില് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണിത്. അതായത് പോപ്പ് സൈൻ ചെയ്ത ഒരു പത്രം, ആ പത്രം വിൽക്കും. അപ്പൊ സമ്പന്നരായ ആളുകൾ കത്തോലിക്കർ ആ പത്രം വാങ്ങിച്ചു, പിന്നെ ഈ പാപവിമോചന പത്രം വാങ്ങിച്ചു വയ്ക്കും. ഈ പത്രത്തിൽ പറയുന്ന ഇതാണ്, അതായത് പാപവിമോചന പത്രം കൈവശം വാങ്ങി വെക്കുന്ന ഒരു വ്യക്തി എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. ഇതാണ് പാപവിമോചന പത്രത്തിന്റെ ചുരുക്കം. അപ്പൊ സമ്പന്നരൊക്കെ എന്ത് ചെയ്യുന്നു? പാപവിമോചന പത്രം വാങ്ങി വെച്ചിട്ട് ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്യും. കാരണം എന്നിട്ട് അവർ പറയും, എന്റെ കയ്യിൽ എന്തിരിപ്പുണ്ട്? പോപ്പ് മാർപ്പാപ്പ സൈൻ ചെയ്ത പാപവിമോചന പത്രം ഇരിപ്പുണ്ട്, ഇന്റലിജൻസ് ഇരിപ്പുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മതനവീകരണം ആരംഭിക്കാനുള്ള ഇമ്മീഡിയറ്റ് കാസായി പറയുന്നത്. അപ്പോ മതനവീകരണത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാല് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന. പാപവിമോചന പത്രത്തെ നമുക്ക് ഇന്റലിജൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അത് നോക്കൂ, പാപവിമോചന പത്രം വിൽക്കാൻ ജർമ്മനിയിലെത്തിയ ഒരു ഡൊമിനിക്കൻ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോഹാൻ ടെറ്റ്സൽ എന്നാണ്. അപ്പോ പോപ്പ് ഇതിൽ ഒപ്പിട്ടിട്ട്, ഈ പാപവിമോചന പത്രത്തിൽ ഒപ്പിട്ടിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പാപവിമോചന പത്രങ്ങളിൽ പോപ്പ് ഒപ്പിടും അല്ലെ? എന്നിട്ട് പല രാജ്യങ്ങളിലും വിൽക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒരു കെട്ട് പാപവിമോചന പത്രങ്ങളുമായിട്ട് വിൽക്കാൻ വേണ്ടി ജർമ്മനിയിൽ വന്ന ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതന്റെ പേരാണ് ജോഹാൻ ടെറ്റ്സൽ. പരീക്ഷയ്ക്ക് ചോദിക്കും. പാപവിമോചന പത്രം വിൽക്കുന്നതിന് വേണ്ടി ജർമ്മനിയിൽ എത്തിച്ചേർന്ന ഡൊമിനിക്കൻ പുരോഹിതന്റെ പേരെന്താണ്? ജോഹാൻ ടെറ്റ്സൽ ആണ്. പാപവിമോചന പത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് വിൽക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ആളുകളെ അയച്ചു. അതിന്റെ ഭാഗമായി ജർമ്മനിയിൽ ഇത് വിൽക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ഡൊമിനിക്കൻ പുരോഹിതനായ ജോഹാൻ ടെറ്റ്സൽ. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ 95 പ്രബന്ധങ്ങൾ പതിച്ചതാര്? മാർട്ടിൻ ലൂതർ. ഏത് വർഷം? 1517. സംഭവം എന്താണെന്ന് അറിയാമോ? ഈ ജോഹാൻ ടെറ്റ്സല് പാപവിമോചന പത്രവുമായിട്ട് വരികയാണ് ജർമ്മനിയിൽ വിൽക്കാൻ വേണ്ടി. ഇയാള് ജർമ്മനിയിൽ കാലുകുത്തിയ ഉടനെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ മാർട്ടിൻ ലൂതർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു 95 പ്രബന്ധങ്ങളുണ്ട്. 95 പ്രബന്ധങ്ങൾ. ഈ 95 പ്രബന്ധങ്ങൾ ഇയാൾ എന്ത് ചെയ്തു?
വിറ്റൻബർഗ് കത്തീഡ്രൽ പള്ളിയുടെ കവാടത്തിൽ അങ്ങ് പതിപ്പിച്ചു. എന്താണ് ഈ 95 പ്രബന്ധങ്ങൾ എന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയുടെ കൊള്ളരുതായ്മകൾ 1 മുതൽ 95 വരെ എഴുതി പബ്ലിഷ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതാണ് ഈ പള്ളിയിലെ കവാടത്തിൽ അങ്ങ് ഒട്ടിച്ചത്. ആര് വന്ന ഉടനെ തന്നെ, ടെറ്റ്സൽ ഇത് വിൽക്കാൻ വേണ്ടി വന്ന ഉടനെ തന്നെ. ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കോളൂ, ഈ 95 പ്രബന്ധങ്ങള് പതിപ്പിച്ചത് ഏത് പള്ളിയിലാണ്? വിറ്റൻബർഗ്, ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ കവാടത്തിൽ. ഇത് പതിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർട്ടിൻ ലൂതർ. ഏത് വർഷമാണ് പതിച്ചതെന്ന് ചോദിച്ചാൽ 1517 അപ്പൊ 95 പ്രബന്ധങ്ങൾ പതിച്ച പള്ളിയുടെ പേര് വിറ്റൻബർഗ് പള്ളി, വിറ്റൻബർഗ് ദേവാലയം അല്ലെ. 95 പ്രബന്ധങ്ങൾ എപ്പോഴാണ് പതിച്ചതെന്ന് ചോദിച്ചാൽ 1517. സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ, ജോഹാൻ ടെറ്റ്സല് എന്ത് വിൽക്കുന്നതിനുമായി വന്നു? അതായത് പാപവിമോചന പത്രം വിൽക്കാൻ വേണ്ടി ജർമ്മനിയിൽ കാലുകുത്തിയ ഉടനെ തന്നെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട കൊള്ളരുതായ്മകൾ 1 to 95 95 പ്രബന്ധങ്ങൾ ഇയാൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു, തയ്യാറാക്കി വെച്ചിരുന്നു. അതങ്ങ് പതിച്ചു വെച്ചു. ക്ലിയർ? ഒന്ന് നോക്കിയുള്ളൂ. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. എന്താണ് മതനവീകരണം? കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? മതനവീകരണം എന്ന് പറയാം. മതനവീകരണത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയാണ്. ജർമ്മനിയിൽ പാപവിമോചന പത്രം വിൽക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഡൊമിനിക്കൻ പുരോഹിതന്റെ പേരെന്താണ്? അത് ജോഹാൻ ടെറ്റ്സലാണ് അല്ലെ. ഇനി എന്താണ്? ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതില് 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചത് ആരാണ്? പേസ്റ്റ് ചെയ്തത് ആരാണ്? മാർട്ടിൻ ലൂതർ. ഏത് വർഷമാണ് അത് ചെയ്തത്? 1510. ഓക്കെ. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മത നവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ച സർവകലാശാല, അതായത് മാർട്ടിൻ ലൂതർ 95 തീസിസൊക്കെ തയ്യാറാക്കിയല്ലോ, 95 പ്രബന്ധങ്ങൾ തയ്യാറാക്കിയല്ലോ. അതിന് അദ്ദേഹം പ്രവർത്തിച്ച സർവകലാശാല, അദ്ദേഹം ഈ വിറ്റൻബർഗ് സർവകലാശാലയുടെ ഒരു പ്രൊഫസറായിരുന്നു. ഒരു പുരോഹിതനുമാണ് ഇദ്ദേഹം. ആ സർവകലാശാല പ്രൊഫസറുമായിരുന്നു. അപ്പോൾ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ 95 പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പൊ വിറ്റൻബർഗ് സർവകലാശാല. അപ്പൊ നോക്കൂ, മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മത നവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ച സർവകലാശാല ഏതാണ്? അത് വിറ്റൻബർഗ് സർവകലാശാലയാണ്. വിറ്റൻബർഗ് സർവകലാശാല. അദ്ദേഹം അവിടുത്തെ ഒരു പ്രൊഫസർ ആയിരുന്നു. അടുത്ത, സ്വിറ്റ്സർലൻഡിലെ മത നവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരെല്ലാമാണ്? സ്വിറ്റ്സർലൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മനിയില് ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മാർട്ടിൻ ലൂതറാണ്. അപ്പോ മതനവീകരണത്തിന്, റിഫർമേഷന് ജർമ്മനിയിൽ നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ. മതനവീകരണത്തിന് അഥവാ റിഫർമേഷന് സ്വിറ്റ്സർലൻഡിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളിന്റെ പേര് ഉൾറിച്ച് സ്വിംഗ്ലി, രണ്ടാമത്തെ ആളിന്റെ പേര് ജോൺ കാൽവിൻ. ഒന്നുകൂടെ, സ്വിറ്റ്സർലൻഡില് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഉൾറിച്ച് സ്വിംഗ്ലിയും ജോൺ കാൽവിനും ആയിരുന്നു. ഇംഗ്ലണ്ടില് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഹെൻറി 8 രാജാവാണ്. ഇംഗ്ലണ്ടില് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ഹെൻറി 8. അപ്പൊ ഒന്നുകൂടെ, ജർമ്മനിയില് മതനവീകരണം അഥവാ റിഫർമേഷന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ. സ്വിറ്റ്സർലൻഡില് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഉൾറിച്ച് സ്വിംഗ്ലിയും ജോൺ കാൽവിനും. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ രാജാവ് തന്നെ ആയിരുന്ന ഹെൻറി 8 ഹെൻറി 8 രാജാവ്. ഓക്കെ. അടുത്ത്, ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ സഭയുടെ പേരെന്താണ്? ആംഗ്ലിക്കൻ സഭ. അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്നും കുറെ പേര് പിരിഞ്ഞ് ആംഗ്ലിക്കൻ സഭയുണ്ടാക്കി. അതിന്റെ തലവൻ ആരായിരുന്നു? ഇവിടെ നമ്മുടെ ഹെൻറി 8 രാജാവ് തന്നെ. രാജാവ് മാറി വരുമ്പോൾ ആ രാജാവായിരിക്കും ആംഗ്ലിക്കൻ സഭയുടെ തലവൻ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മത നവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ച സർവകലാശാലയുടെ പേര് വിറ്റൻബർഗ് സർവകലാശാല അല്ലെ. ഇനി എന്താ പറയുന്നത്? സ്വിറ്റ്സർലൻഡില് ഈ മത നവീകരണത്തിന് നേതൃത്വം കൊടുത്ത 2 പണ്ഡിതന്മാരുണ്ട്. അവരുടെ പേരുകൾ ഉൾറിച്ച് സ്വിംഗ്ലിയും ജോൺ കാൽവിനുമാണ്. ഇംഗ്ലണ്ടിൽ ഇതിന് നേതൃത്വം കൊടുത്തത് ഹെൻറി 8 രാജാവാണ്. അടുത്ത്, ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ സഭയുടെ പേര് ആംഗ്ലിക്കൻ സഭ. ഇതിന് പറയുന്ന പേരാണ് നമ്മൾ റിഫർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാം, മതനവീകരണം എന്ന് അതിന് നമ്മൾ മലയാളത്തിൽ പറയും. ഇനി നോക്കൂ, പ്രതിനവീകരണം അല്ലെങ്കിൽ കത്തോലിക്ക മത നവീകരണം, കൗണ്ടർ റിഫർമേഷൻ, കാത്തലിക് റിഫർമേഷൻ എന്നൊക്കെ പറയുന്ന ഒന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്? അതായത് കത്തോലിക്ക സഭയ്ക്ക് എതിരെ ഉള്ള പ്രതിഷേധം, അതിനെ നമ്മൾ മതനവീകരണം എന്ന് പറഞ്ഞു. അങ്ങനെ
ഒത്തിരി ആളുകൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയി, പുതിയ പുതിയ സഭയുണ്ടാക്കി. ഇംഗ്ലണ്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആംഗ്ലിക്കൻ സഭയുണ്ടാക്കി, അല്ലെ, ലൂതറൻ സഭയുണ്ടായി. അങ്ങനെ പല 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 സഭകൾ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ കത്തോലിക്ക സഭയിലെ പോപ്പും ബിഷപ്പുമാരും അച്ഛന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ നോക്കിയപ്പോൾ തങ്ങളുടെ കാലിനടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നു. ജനങ്ങൾ പോകുന്നു. കത്തോലിക്ക സഭയിലെ ആളുകൾ കുറഞ്ഞു. കത്തോലിക്ക സഭയിലെ ആളുകൾ കുറഞ്ഞപ്പോ ഈ പോപ്പിനും ബിഷപ്പിനും പുരോഹിതന്മാർക്കും പള്ളി കമ്മിറ്റിക്കും ഒക്കെ തോന്നി, നമുക്ക് കത്തോലിക്ക സഭയെ ഒന്ന് എന്ത് ചെയ്യണം, പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരണം, കത്തോലിക്ക സഭയെ നന്നാക്കണം, കത്തോലിക്ക സഭയിലെ പുഴുക്കുത്തുകൾ കളയണം, ഒരു ശുദ്ധീകലശം ഈ സഭയ്ക്കകത്തുണ്ടാവണം. അതിന് പറയുന്ന പേര്, കത്തോലിക്ക സഭയെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രതിമത നവീകരണം. അല്ലെങ്കിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ കൗണ്ടർ റിഫർമേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു പേര് കത്തോലിക്ക മത നവീകരണം, കാത്തലിക് റിഫർമേഷൻ. ക്ലിയർ ആണ്? അപ്പോ മതനവീകരണം വേറെയാണ്, കത്തോലിക്ക നവീകരണം അല്ലെങ്കിൽ പ്രതിമത നവീകരണം വേറെയാണ്. കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മത നവീകരണം. ഇവിടെയോ പ്രതിമത നവീകരണം എന്താണ്? കത്തോലിക്ക സഭ തന്നെ നന്നാകാൻ തീരുമാനിച്ചു. അതാണ് പ്രതിമത നവീകരണം. നോക്കൂ, എന്താണ് പ്രതിമത നവീകരണം? കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാൻ സ്വീകരിച്ച ശ്രമങ്ങളെയാണ് പ്രതിമത നവീകരണം എന്ന് പറയുന്നത്. നമ്മൾ ആൾറെഡി ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് മത നവീകരണം. പ്രതി ഇതാണ് കേട്ടോ, അത് അല്പ മിസ്റ്റേക്ക് ഉണ്ട്. പ്രതി മത നവീകരണത്തിനായുള്ള പ്രധാന ശ്രമങ്ങൾ എന്തെല്ലാം? പ്രതിമത നവീകരണത്തിനായി നടത്തിയ പ്രധാനപ്പെട്ട ശ്രമങ്ങൾ എന്തെല്ലാം? നോക്കൂ, വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡിൽ ഒരു മതസമ്മേളനം അല്ലെങ്കിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അതിന് ഇംഗ്ലീഷിൽ സിനഡ് എന്ന് പറയും, മലയാളത്തിൽ സുനകദോസ് എന്ന് പറയും. കത്തോലിക്ക സഭയെ നന്നാക്കാൻ വേണ്ടി എടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ്, അതായത് വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ സുനകദോസ് വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഒരു സിനഡ് വിളിച്ചു കൂട്ടി. ഇനി അവിടെ വെച്ച് കുറെ തീരുമാനങ്ങൾ എടുത്തു. എന്തൊക്കെ നോക്കാം. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. ഒന്നാമത്തെ, അല്ലെ, കത്തോലിക്ക സഭയെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മതനവീകരണത്തിന്റെ ഒന്നാമത്തെ കാരണം തന്നെ, പെട്ടെന്നുണ്ടായ കാരണം തന്നെ അതാണ്, അല്ലെ, ഈ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന. അപ്പൊ അത് തങ്ങളുടെ സഭയ്ക്ക് ദോഷമാണ് എന്ന് കണ്ടപ്പോൾ ഈ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. കത്തോലിക്ക സഭയെ നന്നാക്കാനെടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ ഒരു പട്ടിക, അതായത് ഇൻഡെക്സ് തയ്യാറാക്കി. അതായത് കത്തോലിക്ക സഭയ്ക്കെതിരെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു കത്തോലിക്ക സഭയെ എതിർക്കുന്നവര്. അത് ജനങ്ങൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വായിക്കുന്ന ജനങ്ങൾ വീണ്ടും കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെ. പ്രൈസ് ഓഫ് ഹോളി ഒക്കെ ഉള്ള പുസ്തകം അതാണ്, പ്രൈസ് ഓഫ് ഹോളി എന്ന പുസ്തകം, അല്ലെ. പ്രൈസ് ഓഫ് ഹോളി കത്തോലിക്ക സഭയ്ക്കെതിരെ എഴുതിയതാണ്. അപ്പോ അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് കത്തോലിക്ക സഭ വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചു. 3 സ്റ്റെപ്പുകൾ പറഞ്ഞു. 1, വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡില് ഒരു സുനകദോസ് വിളിച്ചു കൂട്ടി, സുനകദോസ് സമ്മേളനം സിനഡ്. 2, പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. 3ാമത്തത്, വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നെയോ മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതികൾ പുനഃസ്ഥാപിച്ചു. അത് ഒരു നല്ല കാര്യമല്ല. അതായത് മധ്യകാലഘട്ടത്തില് മതവിചാരണ കോടതി ഉണ്ടായിരുന്നു, രാജ്യത്തിന്റെ കോടതിയല്ല. കത്തോലിക്ക സഭയ്ക്ക് കോടതിയുണ്ട്. കത്തോലിക്ക സഭയ്ക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഈ മത വിചാരണ കോടതിയുടെ അവിടെ കൊണ്ടുവന്ന് അച്ഛന്മാരൊക്കെ ആയിരിക്കും, പുരോഹിതന്മാരൊക്കെ ആയിരിക്കും ഇവിടുത്തെ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെ, അവിടെ വിസ്തരിച്ച് അവനെ ശിക്ഷിക്കുന്നു. അതാണ് മതവിചാരണ കോടതി. കുറച്ചു കാലം നിർത്തിവെച്ചൊക്കെയായിരുന്നു. പക്ഷേ ഈ മത നവീകരണ സമയത്ത് മതവിചാരണ കോടതി തിരികെ കൊണ്ടുവന്നു. ഇനി ആരെങ്കിലും കത്തോലിക്ക സഭയ്ക്കെതിരെ പറയുകയാണെങ്കിൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വിസ്തരിച്ച് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയാണ് ഈ മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതികൾ പുനഃസ്ഥാപിച്ചത്. കോർട്ട് ഓഫ് ഇൻക്വസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ സ്ഥാപിച്ചു. നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. സൊസൈറ്റി ഓഫ് ജീസസ്, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ ഈശോ സഭ എന്നൊക്കെ പറയും. ഈ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സഭ സ്ഥാപിച്ചത് ആരാണ്?
സ്പെയിൻകാരനായ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇഗ്നേഷ്യസ് ലയോള. നിരവധി സ്കൂളുകൾ ഈ ലയോള സ്കൂളുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, ഇഗ്നേഷ്യസ് ലയോളയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്കൂളുകൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ലയോള സ്കൂളുകളുണ്ട് അല്ലെ. അത് ഇദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ കത്തോലിക്ക സഭയെ നന്നാക്കുന്നതിന് വേണ്ടി എടുത്ത 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ എന്താ ചെയ്തേ? സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സഭ സ്ഥാപിച്ചു. ഈ 5 പോയിന്റ്സ് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? പ്രതിനവീകരണം അഥവാ കൗണ്ടർ റിഫർമേഷൻ, മറ്റൊരു പേര് കത്തോലിക്ക മത നവീകരണം അഥവാ കാത്തലിക് റിഫർമേഷൻ. എന്താണതെന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയെ നവീകരിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് തന്നെ എടുത്ത തീരുമാനങ്ങൾ. അടുത്ത് പ്രതിനവീകരണത്തിനായുള്ള പ്രധാനപ്പെട്ട ശ്രമങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് പോയിന്റ് പറ. വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡില് ഒരു സമ്മേളനം അഥവാ സിനഡ് അഥവാ സുനഹദോസ് വിളിച്ചുകൂട്ടി. രണ്ടാമത്തത് പാപ വിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. മൂന്നാമത്തത് വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്കെതിരെ എഴുതിയ പുസ്തകങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകങ്ങളൊന്നും വിശ്വാസികളിന് വായിക്കാൻ പാടില്ല. അടുത്ത് നാലാമത്തത് മധ്യകാലത്ത് നിലനിന്ന കോർട്ട് ഓഫ് ഇൻക്വസിഷൻ അഥവാ മതവിചാരണ കോടതികൾ പുനഃസ്ഥാപിച്ചു. അടുത്തെന്താണ്? ഇഗ്നേഷ്യസ് ലയോള എന്ന ഒരു സ്പെയിനിലെ പുരോഹിതൻ ഒരു പുതിയ സഭ സ്ഥാപിച്ചു. അതിന്റെ പേരാണ്, കത്തോലിക്ക സഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ പുരോഹിതന്മാരുടെ സഭയാണ് സ്ഥാപിച്ചത്, വേറെ സഭയല്ല കേട്ടോ. കത്തോലിക്ക സഭയ്ക്ക് അകത്തുള്ള പുരോഹിതന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു സഭ സ്ഥാപിച്ചു. അതാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന സഭ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാല് ഇഗ്നേഷ്യസ് ലയോളയാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രതിനവീകരണത്തിൽ പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 10ാം സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 1, 2, 3 പാർട്ടുകളിലായിട്ട് നമ്മൾ മൊത്തം തീർത്തിരിക്കുകയാണ്, ആകെ തീർത്ത്. അപ്പോൾ അടുത്ത പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.